Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir, wala tuyassir, wa tammim bil khair, abika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. So today we are moving to the next section, that is comparing unlike fractions with the different numerator. Okay, so in the last class we studied unlike fractions with the same numerator. Same numerator വരുന്ന unlike fractions ne how to compare, എങ്ങനെ compare ചെയ്യാമെന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. So we have one exercise based on that comparison, that is arrange the following in ascending and descending order. തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ascending orderലും descending orderലും ആക്കി എഴുതണം. So first question, 1/12, 1/23, 1/5, 1/7, 1/50, 1/9, 1/17. So ഈ കാണുന്ന നമ്പേഴ്സിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതണം, ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്നും വലുതിലോട്ടാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പം സെയിം ന്യൂമറേറ്റർ വരുന്ന ഫ്രാക്ഷനിൽ ഏതായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ ഏതായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ, ഡിനോമിനേറ്റർ ഏറ്റവും സ്മോളറായിട്ട് വരുന്നത് ഏതാണോ അതായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഏതാണ് ഹയസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഹിയർ ദ ഹയസ്റ്റ് നമ്പർ ഈസ് 1/50 ആൻഡ് 1/50 ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ. സോ അസെൻഡിങ് ഓർഡറിൽ എങ്ങനെ എഴുതും? 1/50. Next smallest among them is 1/25, then 1/17, 1/12, then 1/9 and 1/7. This is the form in ascending order. Then how to write in descending order? അതായത് വലുതിൽ നിന്നും ചെറുതിലോട്ട് എങ്ങനെ എഴുതും? തിരിച്ചെഴുതിയാൽ മതി. 1/7, 1/9, 1/12, 1/17, 1/23 and 1/50. So these were in the form of descending order. അപ്പോൾ ascending orderലും descending orderലും നമ്മുടെ unlike fractions with the same numerator എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ഇതുപോലെ. അതായത് ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആയിരിക്കും, ഡിനോമിനേറ്റേഴ്സിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ ആ ഫ്രാക്ഷൻ ആയിരിക്കും ഏറ്റവും വലുതായിട്ട് വരുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ നമ്പർ ഏത് വരുന്നോ അതായിരിക്കും, അതിൻ്റെ ഫ്രാക്ഷൻ ആയിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷനും. ഓക്കെ, ദെൻ one more example, 3/7, 3/11, 3/5, 3/2, 3/13, 3/4 and 3/17. So next example, first we have to write in ascending order. അപ്പോൾ ascending order എങ്ങനെയാണ്? ചെറുതിൽ നിന്നും വലുതിലോട്ട്. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ചെറുതിനകത്ത് ഏത് എഴുതാം? 3/17, then 3/13, 3/11, 3/7, 3/5 and 3/4. And one more is here, 3/2. Okay, this is in the form of ascending order. And how to write in descending order? 3/2, 3/4, 3/5, 3/7, 3/11, 3/13, 3/17. So ഇതാണ് അത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്. ഇനി one more thing is there. Then how to write the numbers, write the unlike fractions with the different denominators, different numerator വരുമ്പോഴത്തേക്കും എങ്ങനെ അതിനെ കമ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. So different numerator വരുന്ന രണ്ട് unlike fractions നമുക്ക് എഴുതാം. 2/3 and
3 by 4. 2 by 3 and 3 by 4 we can write. Then എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് എന്താണ് unlike fractions with different numerators-ലുള്ള രണ്ട് ഫ്രാക്ഷൻസ് തന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം? ഫസ്റ്റ് നമുക്ക് അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് we have to find the equivalent fractions of that certain fractions separately. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും equivalent fractions സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഫസ്റ്റ് 2/3 എഴുതണം. 2/3യുടെ equivalent fractions ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ഫസ്റ്റ് എങ്ങനെ equivalent fraction, how to find the equivalent fraction 2/3. ഇതിനെ രണ്ടിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഫസ്റ്റ് equivalent fraction കിട്ടും അല്ലേ? 4/6. then 2/3 into 3 6/9. then ഏത് കിട്ടും? which is equal to 8/12 which is equal to എന്താണ് 10/15 so on. So these were the equivalent fractions of 2/3. Then how will you find the equivalent fraction of 3/4? 3/4ന്റെ എങ്ങനെ ഫൈൻഡ് ചെയ്യും? എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? 3/4ൻ്റെത് ഫസ്റ്റ് ഇൻറ്റു 2 എടുക്കും അല്ലേ? അപ്പോൾ 6/8. then ഇൻറ്റു 3 9/12. then ഇൻറ്റു 4 12/16 അല്ലേ? then എക്സെട്ര. ഇനി രണ്ടിൻ്റെയും ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് എഴുതി. ഇനി രണ്ടിൻ്റെയും ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരുന്ന 12 ഉണ്ട്. 8/12 and 9/12 ഈസ് ദെയർ. അപ്പം 2/3 and 3/4 ഇത് രണ്ടുമാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. ഇതിനകത്ത് വിച്ച് വൺ ഈസ് ഗ്രേറ്റർ എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതിനകത്ത് അത് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്പേഴ്സ് വി ആർ റൈറ്റിംഗ് 8/12 and 9/12. These numbers are equivalent to these two fractions. These fractions are equivalent to these two fractions respectively. And എന്താണ് what is the speciality of these fractions? Their denominators are സെയിം. ഡിനോമിനേറ്റേഴ്സ് സെയിമും ആണ്. ഇതിന് ഇക്വാലൻ്റ് ആണ്, അതിന് ഡിനോമിനേറ്റേഴ്സ് സെയിമും ആണ്. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആകുമ്പോൾ അത് ലൈക്ക് ഫ്രാക്ഷൻസ് ആയി മാറിയല്ലേ? ന്യൂമറൽ ഫ്രാക്ഷൻസ് വിച്ച് ഹാവ് സെയിം ഡിനോമിനേറ്റർ ആർ കോൾഡ് ലൈക്ക് ഫ്രാക്ഷൻ. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യുന്ന മെത്തേഡ് ഏതാണോ ആ മെത്തേഡ് യൂസ് ചെയ്ത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതിനെ എങ്ങനെ കമ്പയർ ചെയ്യും? ലൈക്ക് ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യുന്ന ഡിനോമിനേറ്റേഴ്സ് സെയിം ആകുമ്പം ന്യൂമറേറ്ററിൽ വലുത് ഏത് നമ്പറാണോ ആ ഫ്രാക്ഷനാണ് വലിയ ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ ഇതിനകത്ത് വലിയ നമ്പർ ഏതാണ്? ദിസ് വൺ. അപ്പോൾ ഈ 9/12 എന്ന് പറയുന്നത് ഇതിനകത്ത് ഏത് നമ്പറിന് ഈക്വൽ ആണ്? 3/4ന് ഈക്വൽ ആണ്. സോ എമംഗ് ദീസ് 2/3 and 3/4 വിച്ച് നമ്പർ ഈസ് ഗ്രേറ്റർ? 3/4 ഈസ് ഗ്രേറ്റർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താണ് unlike fractions with the different denominators ആയിട്ടുള്ള unlike fractionsനെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. then so അതുപോലെ നമുക്ക് വേറെ നമ്പേഴ്സ് എഴുതാം. 4/5 and 5/6 ഇങ്ങനെ രണ്ട് നമ്പർ എടുക്കുക. നിങ്ങൾ തന്നെ ഓരോന്നിൻ്റെ രണ്ട് ഫ്രാക്ഷൻസിൻ്റെയും ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യുക. കുറച്ച് ഒരു 5-6 ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ വെച്ച് എഴുതുമ്പോഴത്തേക്കും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് എത്തുന്നവരെയും അതിൻ്റെ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്നും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഇക്വാലൻ്റ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് രണ്ടും എടുക്കുക. അതിൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അതിലേത് നമ്പറാണോ വലുത് ആ സെയിം അതിന് ഇക്വാലൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനിലെ ഫ്രാക്ഷൻ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. ഓക്കെ, സോ from this chapter the next topic is addition and subtraction of fractions. Before that we have to do some exercises, that is exercise 7.4. you have to do that exercise in yourself. In the next class we can do it inshallah. Today's class is over. Assalamu alaikum.